പ്രോബ്ലം ചെയ്യാം. പ്രോബബിലിറ്റിയുടെ ഇൻഡിപെൻഡൻസും എല്ലാം എഴുതിയതല്ലോ അല്ലേ? ഇൻഡിപെൻഡൻസും അതെല്ലാം ഒക്കെ എഴുതണം. മെയിൻ പ്രോബ്ലംസും അതുപോലെ തന്നെ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളെ. P of E equal to 0.6. P of F equal to 0.3. And P of E intersection F. E intersection F എന്ന് പറയുന്നത് 0.2. P of E 0.6, P of F 0.3, P of E intersection F 0.2. Find P of E given F. P of E given F and P of F given E. ഇത് രണ്ടും കണ്ടുപിടിക്കണം. P of E given F ഉം P of F given E. ഇത് രണ്ടും കണ്ടുപിടിക്കണം. P of E, P of F, P of E intersection F. ഇത് മൂന്നും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് P of E given F ഉം P of F given E നമുക്ക് കണ്ടുപിടിക്കാം. അതാ ഡയറക്റ്റ് ഡെഫിനിഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ മതി. What is P of E given F? E given F എന്താ? P of E given F equation. ഇതൊന്നുണ്ടോ? E intersection F by P of F. താഴെ വരുന്ന given കഴിഞ്ഞിട്ട് വരുന്നതാണ് താഴെ വരുന്നത് P of E intersection F by P of F. P of E intersection F ന്റെ വാല്യൂ എത്രയാണ്? 0.2 അല്ലേ? 0.2 by P of F എന്ന് പറയുന്നത് 0.3. 0.2 by 0.3 കാൽക്കുലേറ്റർ ഉണ്ടോ? 0.2 by 0.3 2/3 വരും. 2/3 0.666 അതായത് 0.67 വരും. 0.67 വരും. ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ 0യോ 1ന്റെ ഇടയ്ക്കേ വരാവുള്ളൂ. നെഗറ്റീവ് ആകാനും പാടില്ല, 1 കൂടാനും പാടില്ല. 0യോ 1ഓ വരാം. 0യോ 1ഓ വരാം, അതിന്റെ ഇടയ്ക്കായിട്ട് വരണം. മനസ്സിലായോ? ഇതാണ് P of E given F. ഇനി അടുത്ത P of F given E. P of F given E എന്ന് പറയുന്നത് ഈ ഡെഫിനിഷൻ തന്നെ P of E intersection F by താഴെ ഏത് വരും? P of E. താഴെ P of E വരും. വാല്യൂ 0.2 by P of E എന്ന് പറഞ്ഞാൽ 0.6 ആണ്. 2/6 വരും. 2/6 എന്ന് പറയുമ്പോഴത്തേക്കും 0.33 വരും അല്ലേ? 0.33 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. നമ്മുടെ 0.33 നമുക്ക് എടുക്കാം. അപ്പം രണ്ടും കിട്ടി. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇതല്ലേ? അതായത് P of A 0.8, P of A 0.8, P of B 0.5, P of B given P of B given എന്ന് പറയുന്നത് 0.4. ഫൈൻഡ് മൂന്ന് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ P of A intersection B. ഫൈൻഡ് P of A intersection B. രണ്ടാമത്തേത് P of A given B. മൂന്നാമത്തേത് P of A union B. ഇത് മൂന്നും കണ്ടുപിടിക്കുക. P of A, P of B, P of B given A തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് P of A intersection B യും P of A given B യും P of A union B യും കണ്ടുപിടിക്കുക. ആ മൂന്ന് വാല്യൂസ് കണ്ടുപിടിക്കുക. നമുക്ക് P of B given A തന്നിട്ടില്ലേ? P of B given A തന്നിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് P of A intersection B കാണാം. അല്ലെങ്കിൽ P of A intersection B മൾട്ടിപ്ലിക്കേഷൻ തിയറം ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിച്ച് P of A intersection B നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കറിയാം P of B given A യുടെ ഇക്വേഷൻ അറിയാം. P of B given A P of B given A is equal to എന്താ P of B given A യുടെ ആൻസർ? ഇക്വേഷൻ P of A intersection B by P of A. അറിയാവുന്ന വാല്യൂസ് കൊടുക്കുക. P of B ഇവിടെ തന്നിട്ടുണ്ടല്ലോ. എത്രയാ? 0.4 equal to നമുക്ക് P of A intersection B അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. P of A intersection B by P of A എത്രയാ? 0.8. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ 0.4 into 0.8
ഓരോന്ന് ചെയ്യാൻ എളുപ്പമുണ്ട്. ഒരിക്കലും മണ്ണിൽ കൂടിയേക്കരുത്, നെഗറ്റീവ് ആവുകയും ചെയ്യരുത്. പ്രോബബിലിറ്റിയുടെ വാല്യൂ 0യുടെയും 1ന്റെയും ഇടയ്ക്കാണ്. അപ്പോൾ നമുക്കത് കിട്ടി. Find P of A union B. Find P of A union B. ഇത് കണ്ടുപിടിക്കണം. P of A union B കണ്ടുപിടിക്കണം. Find P of A union B. If 2 times P of A, 2 into P of A, 2 into P of A equal to P of B equal to 5 by 30. 2 into P of A equal to P of B equal to 5 by 30 and P of A given B. P of A given B is equal to 2 by 5. 2 into P of A equal to P of B equal to 5 by 30 and P of A given B equal to 2 by 5. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന് P of A union B കാണും. അപ്പോൾ P of A union B കാണണമെങ്കിൽ P of A വേണം, P of B വേണം, P of A intersection B വേണം. അത് മൂന്നും കിട്ടണം. P of A യും P of A plus P of B minus P of A intersection B ആണ് P of A union B. അപ്പോൾ അത് P of A union B ആണ്. അപ്പോൾ ഓരോന്നും കണ്ടുപിടിക്കണം. ഇനി P of A കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ? P of A കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗം 2 into P of A എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 2 into P of A 5 by 30 അല്ലേ? 5 by 30. അതിന് P of A ഉണ്ട്. 2 into P of A equal to 5 by 13 ആണ്. Therefore P of A എന്ന് പറയുന്ന 2നെ താഴെ കൊണ്ടുപോയാൽ പോരെ, 2 ഇവിടെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ പോരെ. 5 by 2 into 13, 5 by 26 എത്രയാണെന്ന് കണ്ടുപിടിച്ചു നോക്കി കാൽക്കുലേറ്ററിൽ. 0.5 by 26 19
കണ്ടുപിടിക്കാൻ വേണ്ടി എ ഗിവൺ ബി തന്നിട്ടുണ്ട്. പി ഓഫ് എ ഗിവൺ ബി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. നമ്മൾ ഉപയോഗിക്കില്ലേ? അതുപോലെ തന്നെ കണ്ടുപിടിക്കാം. നമുക്കറിയാം പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതുക. പി ഓഫ് എ ഗിവൺ ബിയുടെ ഇക്വേഷൻ ആണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. അറിയാവുന്ന വാല്യൂസ് കൊടുക്കുക. എ ഗിവൺ ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 2/5 അല്ലേ? പി ഓഫ് എ ഗിവൺ ബി 2/5 എന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അറിയത്തില്ല, അതാണ് ഇട്ടു ഡിവൈഡഡ് ബൈ പി ഓഫ് ബി നമ്മൾ കണ്ടുപിടിച്ചു 0.38 0.38 നമുക്ക് കിട്ടി. ഇപ്പോൾ ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ ഇതോടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പം കിട്ടും. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി റൈറ്റ് സൈഡിൽ തന്നെ കിടക്കുന്നത് 0.38 റൈറ്റ് സൈഡിൽ കിടക്കുന്ന 0.38 ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. ഡിവൈഡഡ് ബൈ 0.38 ഡിവൈഡഡ് ബൈ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഇൻറ്റു ആവത്തില്ലേ? 0.38 ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമുക്കത് തിരിച്ചെഴുതാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2 × 0.38 ഡിവൈഡഡ് ബൈ 5. എത്ര വരും നോക്കിയാൽ 2 × 0.38 എന്നിട്ട് 5 വെച്ച് ഡിവൈഡ് ചെയ്ത് 0.15 അല്ലേ? ഇനി പി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ എഴുതി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ അഡീഷൻ സീറോ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.19, പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.38, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.15. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.42 വരും. 0.42 എന്ന് ആൻസർ വരും. എങ്ങനെ ചെയ്യുക? A coin is tossed 3 times. A coin is tossed 3 times. A coin is tossed 3 times. 3 times. Find P of E given F. Probability that E given F and P of F given E. Find P of E given F and P of F given E where 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒന്നും തന്നേക്കാം 3 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് E എന്ന് പറയുന്നത് ഈ നെല്ലിന്റെ ഫുട്ബോൾ എഴുതുക. E എന്ന് പറയുന്നത് ഹെഡ് ഓൺ തേർഡ് ടോസ്. ഹെഡ് ഓൺ തേർഡ് ടോസ്. ഇതാണ് E. ആ കേസിൽ
പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് വെച്ചാൽ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ് അല്ലേ. പി ഓഫ് എഫ് വേണം, പി ഓഫ് ഇ വേണം, ഇന്റർസെക്ഷൻ വേണം. അതായത് ഇ എഫ് ഇന്റർസെക്ഷൻ അതിന്റെ മുഴുവൻ പ്രോബബിലിറ്റി വേണം. ഇത് നമുക്ക് പ്രോബബിലിറ്റി ഒന്നും ഇവിടെ തന്നിട്ടില്ല, നമ്മൾ കണ്ടെത്തണം. പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ കഴിഞ്ഞ ദിവസം എഴുതിയല്ലോ. പി ഓഫ് എ ആണെങ്കിൽ എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് അല്ലേ. അപ്പൊ നമ്മൾ ഓരോ സെറ്റും നമ്മൾ ഈ തന്നെ സെറ്റായിട്ട് എഴുതിയിട്ട് അതിനൊക്കെ എണ്ണമൊക്കെ കണ്ടുപിടിക്കണം. അതിനൊക്കെ മുന്നായിട്ട് ആദ്യം നമ്മൾ എന്താ എഴുതണം? അവിടെ ഇവിടുത്തെ എക്സ്പെരിമെന്റ് എഴുതണം. കോയിൻ ഈസ് ടോസ്ഡ് 3 times. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്ത്, അല്ലെ 3 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്ത്, രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നു എന്ന് പറയുന്നതും 3 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുന്നു എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? ആദ്യം സാമ്പിൾ സ്പേസ് എസ് എഴുതണം. ഇതിന് മൂന്നിനും കോമൺ ആയിട്ട് സാമ്പിൾ സ്പേസ് എസ് എഴുതണം. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. 3 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുക. അപ്പോൾ കിട്ടാവുന്ന ഔട്ട്കംസ് ഏതൊക്കെയാ? ഹെഡ്, 3 ഹെഡ് വരുന്നത് എച്ച് എച്ച് എച്ച്, 3 ഹെഡ് വരുന്ന ഒരു ഔട്ട്പുട്ട്. പിന്നെയോ 2 ഹെഡ് ഒരു ടെയിലും വരുന്നത്, 2 ഹെഡ് ഒരു ടെയിലും വരുന്ന കുറെ കോമ്പിനേഷൻ ഉണ്ട്. അത് ഫുൾ എഴുതണം. 2 ഹെഡും ഒരു ടെയിലും. ഇനി ടി മാറ്റി മാറ്റി കൊടുത്താൽ പോലെ ഒരെണ്ണം ഉള്ളതിനെ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തു. എന്നിട്ട് ടി ലാസ്റ്റാ നടുക്കോട്ടോ ആദ്യത്തെ കൊണ്ടുവരിക. അപ്പം എച്ച് ടി എച്ചും വരും, ടി ഫസ്റ്റ് വരുന്നു, ടി എച്ച് എച്ച് ഇത്രയും വരും. 2 ഹെഡും ഒരു ടെയിലും ഉണ്ട്. ഇനി എന്താ എഴുതണ്ടേ? ഒരു ഹെഡ് ഇപ്പൊ ആദ്യം 3 ഹെഡ് ആയിരുന്നു, പിന്നെ 2 ഹെഡായി, ഇനി ഒരു ഹെഡ്, പിന്നെ ഹെഡ് ഇല്ലാത്തത് ആ ഓർഡർ എഴുതി എല്ലാം വിടും. 3 ഹെഡ്, 2 ഹെഡ്, ഒരു ഹെഡ്, നോ ഹെഡ്. അപ്പൊ 3 ഹെഡായി, 2 ഹെഡിന്റെ ഇത്രയുണ്ട്, ഈ ഒരു ഹെഡിന്റെ ഏതൊക്കെയാണ്? എച്ചും 2 ടിയും വരും. ഇനി എച്ചിനെ മാറ്റി മാറ്റി കൊടുത്താൽ വരും. ടി എച്ച് ടി 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 എച്ച്. അപ്പൊ ഒരു ഹെഡായി, ഇനി ഹെഡ് ഇല്ലാത്തത്, ഹെഡ് ഇല്ലാത്തത് ഏതാ? ടി ടി ടി. 8 ഔട്ട്കംസ് ഉണ്ട്. സാമ്പിൾ സ്പേസിൽ 8 ഉണ്ട്. അതായത് എൻ ഓഫ് എസ് എന്ന് പറയുന്നത് എത്രയാണ്? 8. അത് വേണം നമുക്ക്. പ്രോബബിലിറ്റി എഴുതുന്ന എൻ ഓഫ് എസ് വേണം, എല്ലാത്തിനും വേണ്ടതാ. അപ്പൊ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 8 വരും. സാമ്പിൾ സ്പേസ് 3നും കോമൺ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഇയും എഫും ഒക്കെ ഇതുപോലെ സെറ്റ് ആയിട്ട് എഴുതാൻ പോകാം. സാമ്പിൾ സ്പേസ് നോക്കിയാൽ ഇയും എഫും ഒക്കെ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇ എന്നാ പറയുന്നത്? ഫസ്റ്റ് കേസിലെ ഇ എന്നാ പറയുന്നത്? ഹെഡ് ഓൺ തേർഡ് ടോസ്. ഹെഡ് ഓൺ തേർഡ് ടോസ് എന്ന് വെച്ചാൽ എന്നാ? മൂന്നാമത്തെ ടോസിൽ ഏത് വന്നാൽ മതി? ഹെഡ്. ഫസ്റ്റും സെക്കൻഡും എന്താണെന്ന് നോക്കേ വേണ്ട. മൂന്നാമത്തെ എച്ച് വരുന്നത് എല്ലാം എഴുതാൻ പറ്റില്ല. ലാസ്റ്റിൽ എച്ച് വരുന്നത് ഏതൊക്കെയുണ്ടോ അത് ഫുൾ എഴുതാം. ഏതൊക്കെ വരും? എച്ച് 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 ആദ്യം കിടക്കുന്ന വരുമല്ലോ. ഇതാണ് മൂന്നാമത്തേത് എച്ച് ആവുന്നത്. ഈ മൂന്നാമത്തെ എച്ച് വരുന്നത് എല്ലാം എഴുതാം. ഇതുണ്ട്. പിന്നെ ഏതാ? ഇത് എഴുതാം. എച്ച് ടി എച്ച് വരും. ഈ കിടക്കുന്നതിൻ്റെ അത് ലാസ്റ്റ് എച്ച് ഉണ്ട്. ഇനിയോ ടി എച്ച് എച്ച്. ഇതിൻ്റെ അത് ലാസ്റ്റ് എച്ച് ഉണ്ട്. ടി എച്ച് എച്ച്. ഇനിയോ ടി ടി എച്ച്. വേറെ ഉണ്ടോ? ഇല്ല. അപ്പൊ എത്ര എണ്ണം ഉണ്ട് ഇതിൻ്റെ? അത് എയ്ക്കകത്ത് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം അല്ലേ. ഇങ്ങോട്ട് മാറ്റി എൻ ഓഫ് എ ഈക്വൽ ടു, അത് താഴെ എഴുതിയാലും മതി കേട്ടോ, പോകുന്നില്ല. നമുക്ക് ഓരോന്നിന്റെ എണ്ണം വേണം. എ അല്ല, ഇ അല്ല, ഇ അല്ല. എൻ ഓഫ് ഇ ഈക്വൽ ടു 4 എഴുതാം. അതുപോലെ തന്നെ എഫ് എഴുതണം. എഫ് നോക്കിയിട്ട് എഫിന്റെ അത് വരുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ഔട്ട്കംസും എഫിന്റെ അത് എഴുതുക. എഫ് എന്ന് പറയുന്നത് ഏതാ? ഹെഡ്സ് ഓൺ ഫസ്റ്റ് 2 ടോസസ് ആണ്. ആദ്യത്തെ 2 ടോസിലെ ഹെഡ് വരുന്നത് എല്ലാം വരും. മൂന്നാമത്തെ ടോസ് എന്താ നോക്കേണ്ട കാര്യമുണ്ടോ? മൂന്നാമത്തെ എന്ത് വന്നോട്ടെ ഫസ്റ്റും സെക്കൻഡും എച്ച് വരുന്നത് അത് എത്രയുണ്ട്? എച്ച് 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 ഉണ്ട്, എച്ച് എച്ച് ടി ഉണ്ട്. ഇനി വേറെ ഉണ്ടോ ഫസ്റ്റിലും സെക്കൻഡിലും ഹെഡ് വരുന്നത്? ഇല്ല. ഫസ്റ്റിലും സെക്കൻഡിലും ഒരുപോലെ ഹെഡ് വരും. അങ്ങനെ വരുന്നത് ഇത് രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ ഓഫ് എഫ് എത്ര വരും? 2. രണ്ടെണ്ണല്ലേ ഉള്ളൂ. ഈ 2 ഔട്ട്കംസേ ഉള്ളൂ. എൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 2 വരും. ഇനി ഒരു സംഗതി കൂടി എടുക്കണം. ഈ ഇന്റർസെക്ഷൻ എഫ് വേണ്ടേ? ഈ ഇന്റർസെക്ഷൻ എഫ് കൂടെ വേണം. ഈ ഇന്റർസെക്ഷൻ എഫ് ഇത് രണ്ടും നോക്കിക്കേ. ഇന്റർസെക്ഷൻ ഏതാ? ഇന്റർസെക്ഷൻ മീൻസ് കോമൺ. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാ? എച്ച് 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 മാത്രമേ ഉള്ളൂ. ശരിയല്ലേ?
ഇത്ര എഴുതിയല്ലോ ശരിയോ? നമുക്ക് ഓരോന്നിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. ഈ എഫ് ബി ഇന്റർസെക്ഷൻ എഫ് അപ്പൊ പി ഓഫ് ഇ ആദ്യമാണ്. പി ഓഫ് ഇ ഡെഫിനിഷൻ എന്നാ? എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് ഇ എത്രയാ? 4 ബൈ എൻ ഓഫ് എസ് എത്രയാ? സിംപ്ലിഫൈ ചെയ്യണ്ട, അവിടെ കിടന്നോട്ടെ, കാരണം എല്ലാത്തിനും ബൈ 8 വരും. ഇപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ സിംപ്ലിഫൈ എളുപ്പമുണ്ട്. അപ്പൊ 4/8 1/2 എന്ന് എഴുതണ്ട, അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇപ്പോൾ എന്നെ അടുത്ത പി ഓഫ് എഫ് കാണുന്നു. പി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എഫ് ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എഫ് എത്രയാ? 2 ബൈ 8. ഇനി പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ എൻ ഓഫ് എസ് എന്ന് പറയുന്നത് 1/8 വരും. 3ന്റെ പ്രോബബിലിറ്റി കിട്ടി നമുക്ക്. ഇനി നമുക്ക് പി ഓഫ് ഇ ഗിവൺ എഫും പി ഓഫ് എഫ് ഗിവൺ ഇ അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ കണ്ടുപിടിക്കും. പി ഓഫ് ഇ ഗിവൺ എഫ് ഈക്വൽ ടു പി ഓഫ് ഇ ഗിവൺ എഫ്. ഇക്വേഷൻ നമ്മൾ എഴുതുന്നു പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. ഈ ഇന്റർസെക്ഷൻ എഫിന്റെ പ്രോബബിലിറ്റി കിട്ടിയത് എത്രയാ? 1/8 ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ് 2/8. തിരിച്ചിട്ട് ഗുണിക്കാമല്ലോ, അല്ലെ? 8 ക്യാൻസൽ ചെയ്ത് നോക്കണേ. ഇത് തിരിച്ചിട്ട് ഗുണിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. 1/8 ഇൻറ്റു 8/2 എന്ന് വരികയല്ലേ? അപ്പൊ 8 വെട്ടിപ്പോയിട്ട് 1/2 വരും. ഇതിങ്ങനെ തിരിച്ചിട്ട് ഗുണിക്കണമെന്നില്ല, 8 പോയിട്ട് 1/2 എന്ന് എഴുതിയാലും മതി. അതുകൊണ്ടാണ് 8 ക്യാൻസൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. സിംപ്ലിഫൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലേ? എല്ലായിടത്തും 8 വന്നോളൂ. അപ്പൊ നമുക്ക് ഗിവൺ കണ്ടീഷൻ അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അതുപോലെ ഒന്നും കൂടെ ഇല്ലേ? പി ഓഫ് എഫ് ഗിവൺ ഇയും കൂടെ കാണാം. എഫ് ഗിവൺ ഇ എന്ന് പറയുന്നത് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് ഇ. പി ഓഫ് ഇ 1/8 ബൈ 4/8 വരികയല്ലേ? 1/8 ബൈ 4/8. പോയിട്ട് ആൻസർ 1/4 വരും. ആൻസർ 1/4 വരും. ഇങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ ആദ്യം സെറ്റ് ആയിട്ട് എഴുതുക. ഓരോന്നും എഴുതിയിട്ട് പ്രോബബിലിറ്റി ഇക്വേഷൻ വെച്ച് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് ഗിവൺ കണ്ടീഷൻ അതിനകത്തേക്ക് കൊടുത്താൽ മതി. ഇതേ സ്റ്റെപ്പ് തന്നെ ബാക്കി രണ്ടെണ്ണത്തിന്. ബാക്കി രണ്ടെണ്ണം ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഈ എഫ് മാറും. ഈ എഫ് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്റർസെക്ഷനും മാറും. ഇത് കംപ്ലീറ്റ് ചെയ്തല്ലേ? അടുത്തതിനകത്ത് ഈ എഴുതിയാൽ ഈ നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് ആണ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് വെച്ച മീനിങ് എന്നാ? മിനിമം 2 ഹെഡ് അല്ലേ? അറ്റ്ലീസ്റ്റ് 2 മീൻസ് മിനിമം 2 ഹെഡ്സ്. മിനിമം 2 ഹെഡ്സ് എന്ന് പറയുമ്പോൾ 2 ഹെഡ്സും വരാം, 3 ഹെഡ്സും വരാം. മിനിമം 2 തൊട്ട് മേലോട്ട് എവിടെ വരെ ഉണ്ട് അത് മുഴുവൻ എഴുതാം. 2 ഹെഡ്സും ഉണ്ട്, 3 ഹെഡ്സും ഉണ്ട്. അപ്പം ഈ ഗതി 2 ഹെഡ്സും എഴുതണം, 3 ഹെഡ്സും എഴുതണം. അതൊന്നും എഴുതി വെച്ചു. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് മീൻസ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് മീൻസ് മിനിമം 2 ഹെഡ്സ്. മിനിമം 2 heads. At least 2 heads means minimum 2 heads. That is 2 heads or 3 heads. 2 തൊട്ട് മേലോട്ടുള്ളതല്ലേ എഴുതാം. 2 heads or 3 heads. 2 heads or 3 heads. അത് അറ്റ്ലീസ്റ്റിന്റെ അടുത്ത ആൽമോസ്റ്റ് എല്ലാവരും
atmosphere. Atmosphere നമ്മൾ എഴുതിയില്ലേ? 2 heads or 1 head or 0 head. അപ്പോൾ അത് വെച്ച് നമുക്ക് EF എഴുതാം. EF ഉം മാറും F മാറും ഇന്റർസെക്ഷൻ എല്ലാം മാറും. P നോക്കാം. P എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 അല്ലേ? അറ്റ്ലീസ്റ്റ് 2 ന്റെ 2 ഉണ്ട് 3 ഉണ്ട്. അപ്പോൾ 2 heads വരുന്ന മുഴുവൻ ആദ്യം എഴുതുക. 2 heads വരുന്നതെല്ലാം 2 heads വരുന്ന ഏതൊക്കെ ഉണ്ട്? HHT. 2 head ഒരു tail വരുന്നതെല്ലാം എഴുതുക. HHT HTH THH 2 head ഉള്ളത് എഴുതും. ഇനി 3 head കൂടെ എഴുതട്ടെ. 3 head നോക്കാം ഏതാ? HHH അല്ലേ? HHH അവിടെ in of E സെയിം തന്നെയാണ്. in of E4 തന്നെയല്ലേ? 4 1 2 3 4 4 ഔട്ട്കംസ് ആണ്. അപ്പം E എഴുതി in of E4. ഇനി F നോക്കാം. F ന്റെ അകത്ത് അറ്റ്മോസ്റ്റ് 2 ആ. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ഉണ്ട് 1 ഉണ്ട് 0 ഉണ്ട് അല്ലേ? അപ്പോൾ 2 ഹെഡ് വരുന്ന ആദ്യം എഴുതാം. 2 ഹെഡ് ഏതൊക്കെയൊക്കെ നമ്മൾ എഴുതുന്നതല്ലേ? HHT HTH THH 2 ഹെഡ് എഴുതി. ഇനി താഴോട്ടാ 1 ഹെഡും 0 ഹെഡും. 1 ഹെഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? HTT THT TTH TTH. ഇനി നോ ഹെഡ് എന്ന് പറയുമ്പോൾ ഏതാ? TTT. 0 ഹെഡ് എന്ന് പറയുമ്പോൾ TTT. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? എത്രയാ? 7. 7. ഇനി ഇന്റർസെക്ഷൻ F. E ഉം F ഉം കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാ? കോമൺ ആയിട്ട് HHT കോമൺ അല്ലേ? HTH THH കോമൺ ആണ്. വേറെ വല്ല കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. 3 എണ്ണേ ഉള്ളൂ. HHT HTH TTH ഈ 3 എണ്ണം. അപ്പോൾ എണ്ണം എത്രയാ? 3. ഇനി ഇതിന്റെ ഇക്വേഷൻ എഴുതി. ഇനി പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ ഒന്നും എഴുതണമെന്നൊന്നുമില്ല. വാല്യൂസ് കൊടുത്താൽ പോരെ. ഇവിടെ മാത്രം ചേഞ്ച് വരുത്തേ ഉള്ളൂ. P of E എന്ന് പറഞ്ഞാൽ N of E by N of S ആണ്. ശരിയാണ് അല്ലേ? 4/8 അല്ലേ? P of F എന്ന് പറയുമ്പോഴത്തേക്ക് N of F 7/8. P of E intersection F എന്ന് പറയുമ്പോൾ N of E intersection F അത് 3 ആണ്. 3/8. അപ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരും. ഇത്രയേ ഉള്ളൂ. ഒരെണ്ണം ചെയ്യാനറിയെങ്കിൽ ബാക്കി നിങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ആവുമ്പോൾ P of E intersection F എന്ന് പറയുമ്പോൾ 3/8 P of F 7/8. 8 പോയിട്ട് 3/7 വരും. 8 വെട്ടിപ്പോയിട്ട് 3/7 വരും. ഇവിടെ അതുപോലെ തന്നെ P of E intersection F 3/8 P of E എന്ന് പറയുന്നത് 4/8. 8 വെട്ടിപ്പോയിട്ട് 3/4 വരും. 3/4